ആദിവാസി മേഖലയിലെ കുട്ടികൾക്ക് മികച്ച പഠന സൗകര്യമൊരുക്കിയ ഓമല്ലൂരിലെ സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് ആദിവാസി മേഖലയിൽ മെച്ചപ്പെട്ട ജീവിത സൗകര്യത്തിനും സന്നദ്ധത അറിയിച്ചു. സാന്ത്വനം പ്രവർത്തകർ കോന്നി അരുവാപ്പലം പഞ്ചായത്തിലെ കോട്ടാമ്പാറ ആദിവാസി കോളനി സന്ദർശിച്ച ശേഷമാണ് കോളനിക്കായി പ്രധാന തീരുമാനത്തിലേക്ക് വന്നത്. അരുവാപ്പലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയ തോമസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സന്തോഷ്, വാർഡ് മെമ്പർ സൂസൻ, പഞ്ചായത്ത് അംഗം സൂസമ്മ ജേക്കബ് എന്നിവരോടൊപ്പമാണ് സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗങ്ങൾ കോട്ടാമ്പാറ സന്ദർശിച്ചത്. കോളനി നിവാസികൾക്ക് ആവശ്യമുള്ളത്ര ഭക്ഷണം എല്ലാ മാസവും എത്തിച്ചു നൽകുമെന്ന് സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗം ലിജോ മോൻ ജോർജ് പറഞ്ഞു. ഇത്രയും പേര് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ, ഈ സാന്ത്വനം ഞങ്ങൾ ഉൾപ്പെടെ ഒരുമിച്ച് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇവരുടെ പഠിപ്പ്, ഇവരുടെ മുമ്പോട്ടുള്ള ഓരോ കാര്യങ്ങളും ഞങ്ങളെ കൊണ്ടുള്ള പരിമിതികളുണ്ട്. എന്നിരുന്നാൽ തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിവുള്ള അത്രയും ഞങ്ങൾ ചെയ്തു തരുന്നതിന് നമുക്കൊരു മടിയില്ല. ഇവർക്കുള്ള ഭക്ഷണമായാലും മാസമുള്ള അവർക്ക് എന്തോ ഭക്ഷണമോ വേണ്ടി ആ ഭക്ഷണം നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പ്രശ്നമില്ല. അതുപോലെ തന്നെ അവർക്ക് പഠിപ്പിന് വേണ്ടി എന്തോ സാമഗ്രികളാണോ എന്തോ കാര്യങ്ങളുണ്ടോ നമുക്കത് ഇവിടെ എത്തിച്ചു തരാം. അതിനകത്ത് സാന്ത്വനത്തിന് പൂർണ്ണ മനസ്സാണ് അന്നും ഇന്നും ഉള്ളത്. സർവശിക്ഷ അഭിയാൻ കോളനിക്ക് സമീപമുള്ള വനസംരക്ഷണ സമിതി ഓഫീസിൽ തുടങ്ങിയ പഠന കേന്ദ്രത്തിലെ കുട്ടികൾക്ക് സാന്ത്വനം പ്രവർത്തകർ തുടർന്ന് പഠനോപകരണങ്ങൾ കൈമാറി. പഠന കേന്ദ്രത്തിലെ കുട്ടികൾക്കായി അധ്യാപിക ജ്യോതി പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയ തോമസ് പൊതുചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും ഇങ്ങനൊരു സംഘടനയെ കിട്ടിയത് തന്നെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. നിങ്ങൾ ഞങ്ങളോട് തീർച്ചയായിട്ടും സഹകരിച്ച് ഒരു ജീവിതമെങ്കിലും രക്ഷപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താനുള്ള സഹായങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് തീർച്ചയായിട്ടും ഉണ്ടാകണമെന്ന് ഞാൻ അരുവാപ്പലം പഞ്ചായത്തിന് വേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചതുപോലെ തന്നെ ഇവരെയും സൃഷ്ടിച്ചാണ് നമ്മൾ ഇത്രയും സുഖമായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ഇടയിലുള്ള കുഞ്ഞുങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നതിന് അവർക്കൊക്കെ ആണെങ്കിൽ ഓരോരോ മെച്ചേർഡ് ആയവരാണ്. അവരുടെ കുഞ്ഞുങ്ങൾ തന്നെ ആരോഗ്യമില്ലാത്തതും ഭക്ഷണമില്ലാത്ത സ്ഥിതി കൊണ്ടാണ് അവരുടെ ഇങ്ങനെയൊക്കെ തന്നെ കാണുവാൻ നമുക്ക് സാധിക്കുന്നത്. വാർഡ് മെമ്പർ സൂസൻ സ്വാഗതം പറഞ്ഞു. ഒരു വർഷക്കാലമായി അവരിപ്പോൾ ഒരു ടെന്റിൽ ഇതുപോലെ സ്ഥിരമായി ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരെ നമ്മൾ ഒരക്ഷര വിദ്യാഭ്യാസവും നമ്മുടെ പൊതുജനങ്ങളുമായിട്ട് ഒരു സംസർഗത്തിൽ വരുന്നതിന് വേണ്ടി ഒരു ആദ്യ നടപടി എന്ന നിലയിൽ BPO സാറിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ അവരെ അക്ഷര വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അങ്ങനെയായിട്ട് നമ്മൾ സ്കൂളിൽ അവരെ ചേർക്കുകയും നമ്മുടെ സാധാരണ കുട്ടികളുടെ കൂടെ ആക്കുകയും ചെയ്യുകയാണ് നമ്മുടെ ലക്ഷ്യം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സന്തോഷ്, പഞ്ചായത്ത് അംഗം സൂസമ്മ ജേക്കബ്, BPO രാജേന്ദ്രകുമാർ, BRC ട്രെയിനർ സുമ, ആശാപ്രവർത്തക രമ സുരേഷ്, അധ്യാപിക ജ്യോതി, സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് S സീനത്ത്, മാനേജർ സാദിഖ്, ഊരുമൂപ്പത്തി സരോജിനി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പഞ്ചായത്ത് അംഗങ്ങളും സാന്ത്വനം പ്രവർത്തകർ ചേർന്ന് കോട്ടാമ്പാറ കോളനി നിവാസികളെ ഊരിൽ നേരിട്ടെത്തി സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ കോന്നി.